ഹായ് ഗൈസ്, എന്താ പറയാനാ? ഓക്കെ ഗൈസ്, ഓടിയിട്ട് കാര്യമില്ല. കുറെ വലിയ വലിയ മരങ്ങൾ കാണാൻ പറ്റും. ബാക്കി പറ. ഹലോ ഗൈസ്, അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലക്സംബർഗ് ആണ്. അപ്പം രാവിലെ 7 മണിക്ക് 8 മണിക്ക് ഇറങ്ങിയതാ. ഉച്ചക്ക് 1:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. ഒരു 5 മണിക്കൂറിൻ്റെ ജേണി ആയിരുന്നു. ഇപ്പം കറൻ്റ്ലി നമ്മൾ ലക്സംബർഗിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ എവിടോട്ടേലും നോക്കിയിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങണം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ലക്സംബർഗിലാണ്. ഇത് യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായൊരു രാജ്യമാണ്. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ പാലക്കാട് ജില്ല അതിൻ്റെ അത്രയും പോലും ഇല്ല. അതിലും ചെറിയൊരു രാജ്യമാണ്. പക്ഷേ സമ്പദ്പരമായിട്ട് ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രിയാണ് ലക്സംബർഗ്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ സംസാരിക്കുന്ന ഭാഷ എന്ന് വെച്ചാൽ ജർമ്മന്, പിന്നെ ഇവിടുത്തെ ഒരു ലോക്കൽ ലാംഗ്വേജ്, പിന്നെ ഫ്രഞ്ച്. ലക്സംബർഗ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം എന്നീ 3 രാജ്യങ്ങളായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളും എല്ലാം ഏറെക്കുറെ ഈ ഒരു 3 കൺട്രിയായിട്ട് ഭയങ്കര സിമിലറാണ്. പിന്നെ ഇവരുടെ ഏറ്റവും സ്റ്റീൽ ഇൻഡസ്ട്രി, ഫിനാൻസ്, അങ്ങനെ യൂറോപ്പിലെ പല ധനികന്മാരും ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഭയങ്കര റിച്ചാണ് ഈ കൺട്രി. പിന്നെ പെർ ക്യാപിറ്റ ഇൻകം വെച്ച് കണക്കാക്കിയാലും നല്ല റിച്ച് കൺട്രിയാണിത്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ആണ്. ഇത് കൂടുതലും ഇവിടെ ഫ്രീയാണ്. കൂടുതലെന്നല്ല, ഓൾമോസ്റ്റ് ആദ്യമായി എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഫ്രീ ആക്കി ഒരേ ഒരു രാജ്യം ലക്സംബർഗാണ്. നല്ല കാറ്റുണ്ടാകും, അവിടെ കോടയൊക്കെ പറന്നു പോകുന്നു. ഇതാണ് ഇവിടുത്തെ ട്രാം, ബസ്. നമ്മളിവിടെ എന്ത് യൂസ് ചെയ്താലും ഇവിടുത്തെ എല്ലാം ഫ്രീ ആണ്. ഇത് ജർമ്മനിയിൽ നിന്നും പോലെ അല്ല, അടിപൊളി ട്രാമുകളാണ്. പുത്തൻ ബുദ്ധി പോലെ ഇരിക്കും ട്രാമാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ബെർലിനിൽ നിന്ന് വന്ന് ചേച്ചി ഓടുന്നു ഗൈസ്. ചേച്ചി ബെർലിനിൽ നിന്ന് ഇവിടെ വന്ന ഓടാത്, ഓടിയിട്ട് കാര്യമില്ല. എന്തായാലും വ്ളോഗ് വരും ഗൈസ്. ബെർലിനിൽ നിന്ന് ലക്സംബർഗിലേക്ക് വന്നു. എന്തെങ്കിലും പറ. ഓക്കെ, എക്സ്പ്ലോർ ചെയ്തിട്ട് പറയാം. ഇതാണ് ഇവിടുത്തെ ട്രാം. അത്യാവശ്യം ലക്ഷറി സാധനമാണ്. ജർമ്മനിയിൽ പക്ഷേ ഓടുന്നത് കൂടുതലും ഒരു ഓൾഡ് മോഡൽ ട്രാമാണെങ്കിൽ ഇവിടെ ഇച്ചിരി മോഡേൺ അങ്ങനത്തെ രീതിയിലുള്ള ട്രാമ. എനിക്കൊന്ന് ഇതൊരു ചെറിയ രാജ്യമായതുകൊണ്ട് അവർക്ക് മാക്സിമം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു ട്രാമിൽ കയറിയിട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറുക, ട്രെയിനല്ല ട്രാമിലേക്ക് കയറുകയാണ്. ഇതാണ് ഇവിടുത്തെ ട്രാം. നമുക്കിനി പുറേ പോയിരിക്കാം ഗൈസ്. ഇതിൻ്റെ ഡ്രൈവിംഗ് കമ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷേ ഇതിപ്പം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആളില്ല. ഇനി ഇത് തിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ ആൾ വരുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ട്രാം ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. നമ്മളിനി നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ആ പാലത്തിലേക്ക് പോവുകയാണ്. പാലത്തിൽ ചെന്നിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട്, അപ്പം നമ്മുടെ മുമ്പിലുള്ളതാണ്. പിന്നെ അതങ്ങനെ വായിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബാങ്ക്യൂറ്റ് കൈസിസ് ഡി പാർഗ്നി ഡി ലക്സംബർഗ്. എന്തായാലും ഇതൊരു സ്റ്റേറ്റ് ഓൺഡ് ഫിനാൻഷ്യൽ ബാങ്കാണ്. 1856 സ്ഥാപിതമായിട്ടുള്ള ഈ ബാങ്ക് ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇടപാടുകളും ഈ ബാങ്കാണ് നടത്തുന്നത്. ഇതൊരു ആർക്കിടെക്ചർ ലാൻഡ്മാർക്കായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പം ഇവിടെ ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഫ്ലാഗ്, എനിക്ക് തോന്നി ബാങ്കിൻ്റെ ആയിരിക്കും ഒരു ഫ്ലാഗ് കാണുന്നുണ്ട്. മേളിലൊരു ക്ലോക്ക് ആണ്. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നത് ഇത് മൂവിങ് തന്നെയാണ്. ഓക്കെ, ഇത് മൂവിങ് ആണ്. ഇത് കറക്റ്റ് ടൈമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു മൂവിങ് ക്ലോക്കാണ്. രണ്ട് സൈഡിലും ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലായിട്ട് കിടക്കുക. അപ്പോൾ ഇവിടെ
അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് ഫിനാൻഷ്യൽ ഇടപാടുകൾ, ഒരുപാട് നിക്ഷേപങ്ങളുള്ളൊരു കൺട്രിയാണ്. ലൈക്ക് ഒരുപാട് ഫിനാൻഷ്യൽ നിക്ഷേപങ്ങളുണ്ട്. അത് തന്നെയാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ ഓൺ ചെയ്യുന്നതും അവർ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു ബാങ്കാണ്. ഇത് കോമൺലി ഈ പേരിലാണ് അറിയപ്പെടുന്നത്, തുർക്കീസ്. ജർമ്മനിയിൽ ഇതിനൊരെണ്ണമുണ്ട് അതുപോലത്തെ ഒരു ബാങ്കാണ് സ്പർക്കാസെ. ഇനി അതിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല, ആയിരിക്കത്തില്ല, ഒരിക്കലല്ല. എന്നാലും 2 വയസ്സ് ആ ഡ്രാമ വീണ്ടും പോകുന്നു. ഞാൻ ഒരു സംഭവം കാണിച്ചുതരാം ഗൈസ്. നമ്മളാ വന്ന പാലമാണിത്. അപ്പം എന്തോ ഒരു റൈഡ് പോലെ എന്തോ ആണ്. ഇതാണ് ലക്സംബർഗിൻ്റെ ഫ്ലാഗ്. ഏറെക്കുറെ നെതർലാൻഡിൻ്റെ ഫ്ലാഗ് പോലെയൊക്കെ ഇരിക്കുന്നു. അല്ല, അതെ, ഇത് മേളിൽ വരെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് പോകുന്നത്? 2 താഴോട്ട് വരുമ്പോൾ 2 മേപ്പോട്ട് വരും. എനിക്കൊന്ന് ഹോൾ സിറ്റി വ്യൂ മിക്കവാറും ഈ സാധനത്തിൻ്റെ അകത്ത് കയറിയാൽ തന്നെ ലൈക്ക് ടോട്ടൽ ലക്സംബർഗ് കാണാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നമ്മുടെ കേരളത്തിലെ പാലക്കാടിനെക്കാട്ടി ചെറിയൊരു രാജ്യമാണ്. അതുകൊണ്ട് ഒരുപാട് ഫ്ലാഗുകളുണ്ട്. എല്ലാം ലക്സംബർഗിൻ്റെ യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗുകളാണ്. താഴെന്താ കൊക്കയല്ലേ? പറയുമ്പോ 6 ലക്ഷമേ ഉള്ളൂ ജനസംഖ്യ. അതിലാണെങ്കിൽ പകുതിയും ജർമ്മൻസും പിന്നെ ഫ്രാൻസിൽ നിന്നുള്ളതും പിന്നെ സ്പെയിനിൽ നിന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത്രയും ക്രൗഡ് കുറഞ്ഞതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. നമ്മള് പാലത്തിന്റെ അപ്പുറത്തുനിന്ന് കണ്ടില്ലേ ആൾക്കാരൊക്കെ ആയിട്ട് മേളിലോട്ട് വന്ന ആ റൈഡ്, അതിന്റെ അടുത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇതാണ് ആ റൈഡ്. ആക്ച്വലി ഇത് 2 ഓപ്പോസിറ്റ് സൈഡായിട്ടായിരിക്കുന്നത്. ഒരെണ്ണം താഴോട്ട് വരുമ്പോൾ ഒരെണ്ണം മേപ്പോട്ട് വന്നു. ഫ്ലാഗ്. പിന്നെ ഇവിടെ നോക്കിയാൽ നമ്മൾ അപ്പുറത്തെ ഒരു പാലത്തിൽ നിന്നത് ആ പാലത്തിന്റെ വ്യൂ കാണാം. ഇതാണ് നമ്മൾ മുമ്പേ ആ പാലത്തിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് നോക്കിയത്. ഇവിടെ നല്ല ഫുള്ളൊരു പേയ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വളരെ പഴക്കമുള്ളൊരു പാലമാണെന്ന് തോന്നുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പണിഞ്ഞവർ, പക്ഷെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. കാരണം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉള്ളൊരു രീതിയിലുള്ളതല്ല. ഒരു റോമൻ ആർക്കിടെക്ട് രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. ആർച്ചും കാര്യങ്ങളൊക്കെ. അവരുടെ എന്തോ മ്യൂസിക് ബാൻഡും കാര്യങ്ങളുമാണ്. എനിക്ക് തോന്നുന്നു അവർ വായിക്കാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിന് അവർ തുടങ്ങാൻ പോവാ. ഓക്കെ, റിഹേഴ്സലാന്ന് തോന്നുന്നു. അവരുടെ ആ വാദ്യോപകരണങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക. വാദ്യോപകരണങ്ങൾ ഏതാ മലയാളം? വായിക്ക് ചേട്ടാ, കേക്കട്ടെ. യൂറോപ്യൻ റീജിയന്റെ അണ്ടറിൽ വരുന്ന വളരെ ചെറിയൊരു രാജ്യമാണ് ലക്സംബർഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്കണോമി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ക്ലീനും ഭയങ്കര സേഫും ആണ്. നമ്മുടെ ഇപ്പൊ ജർമ്മനിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ ട്രാവൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകുമ്പോൾ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ഇവിടെ എന്ന് വെക്കുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമുക്കിവിടെ കുറെ വലിയ വലിയ മരങ്ങൾ കാണാൻ പറ്റും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ശരിയാ ഗൈസ്, വലിയ വലിയ മരങ്ങളുണ്ട്. ബാക്കി പറ. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കദീഷ് മോണുമെന്റിന്റെ ഫ്രണ്ടിലാണ്. ഇത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഏകദേശം 3500ഓളം ജൂതന്മാരെ നാസികളാൽ പിടിക്കപ്പെടുകയും അവരെ പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും മറ്റും. പിന്നെ അവരെല്ലാം അറിയാമല്ലോ, സാധാരണ അവരെന്താ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ സ്മാരകാർത്ഥം പണി കഴിപ്പിച്ചൊരു മോണുമെന്റ് ആണിത്. ഇത് ഇവിടെ നേരത്തെ ഒരു സിനഗോഗ് ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ നോക്കാൻ കഴിഞ്ഞപ്പം മനസ്സിലായത്. പക്ഷെ അതിപ്പോൾ ഒന്നും ഇല്ല.
പള്ളിയാണോ പള്ളിയാണോ എന്ന് എനിക്കറിയില്ല, അത് നേരിട്ട് നോക്കാം. പക്ഷേ സതീഷ് മെമ്മോറിയൽ അവിടെ നിങ്ങൾക്ക് കാണാം ആ കാലഘട്ടങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് അവരുടെ ആ ജൂയിഷ് ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആ പ്രതിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3500 വരെയൊക്കെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഇതുപോലത്തെ ഓരോ സംഭവങ്ങളുണ്ട് അവരുടെ പക്ഷെ ആ മോണുമെന്റിലെ ആ ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തോ ഒരു പ്രാർത്ഥനയാണ്, ലൈക്ക് മരണത്തെ വരവേൽക്കുന്ന പോലത്തെ എന്തോ ഒരു പ്രാർത്ഥനയ്ക്ക് പകരം ഇതൊരു ബ്രിഡ്ജ് പോലെ അവരുണ്ടാക്കിയിട്ടുള്ളതാ. നല്ല രസമുണ്ട്. ആ ചെറിയ 2 തൂണുകളിലാണത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ ആർക്കിടെക്റ്റും പണിഞ്ഞിരിക്കുന്ന രീതിയൊക്കെ നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ അതുവഴി നടന്നു വരുന്നത് നമുക്ക് നോക്കാം ഇത് എങ്ങോട്ടായി പിടിച്ച് പോകുന്നതെന്ന്. ഇത് ഫോർട്ട് തുങ്കൻ എന്ന് പറയുന്ന ഒരു കോട്ടയാണ്. AD കാലഘട്ടത്തിൽ തുങ്കൻ എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ ഇത് നിർബന്ധിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് വരുന്ന പല രാജാക്കന്മാർ ഇത് പുതുക്കി പണിയുകയും പിന്നീട് അങ്ങനെ തന്നെ നിലനിന്ന് പോവുകയും ചെയ്യുന്നു. ഇപ്പോഴും ഇവിടുത്തെ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു ഭംഗിയായിട്ട് ഇതിപ്പോഴും ഇവിടെ നിലനിൽപ്പുണ്ട്. ഇതിൻ്റെ മേളിലൊക്കെ കയറാൻ തോന്നുന്നു. രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഇത് ഒരു കിണർ പോലെ ആ മണ്ണ് എടുത്തിട്ട് അതിൻ്റെ അകത്താണ് ഇത് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊക്കെ എൻട്രി എന്നൊക്കെ പറയുന്നത് ഫ്രണ്ട് ഡോർ വഴിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഈ കോട്ടമതിൽ ചാടി കടന്നിട്ട് ഒക്കെ പോകണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് കോട്ടയുടെ ഉൾവശം. നമ്മൾ മറ്റേ ലൈറ്റ് ഹൗസൊക്കെ കയറത്തില്ലേ, ആ സെറ്റപ്പിലുള്ളൊരു പടികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിത് കയറി ഇപ്പോൾ മുകളിലെത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കയറി കോട്ടയുടെ മുകളിലെത്തി. ഓക്കെ, ഇതാണ് കോട്ടയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. എന്തോ തുരങ്കമാണെന്ന് തോന്നുന്നു. പണ്ട് കാലത്ത് രാജാക്കന്മാർ രക്ഷോടെ ഉപയോഗിച്ചിരുന്ന തുരങ്കമായിരിക്കും. ഇതിൻ്റെ അകത്ത് കുറേ എന്തൊക്കെയുണ്ട്. സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാം, അങ്ങോട്ടൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അകത്തോട്ടൊക്കെ തുരങ്കമുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം 2 സിറ്റിയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പരിപാടിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഓരോരോ ഇതെല്ലാം ഭൂമിയുടെ അടിയിലാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മളാ വെളിയിൽ നിന്ന് കണ്ട കോട്ടയുടെ അടിയിലാണ് സംഭവം. അടച്ചോ? അത്രേ ഉള്ളോ? അപ്പം സത്യദേവന്മാർ വേണേൽ അടച്ചു വെച്ചേക്കുന്നതായിരിക്കും. അങ്ങോട്ടും വഴിയൊക്കെ കാണും. റൈറ്റ്. നമ്മൾ അതുവഴി മ്യൂസിയത്തിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മളിപ്പം ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ ഗൈസ് നടക്കുന്നത്. ഇത് പൊട്ടി താഴെ വീണാൽ എന്ത് ചെയ്യും? നമ്മളിവിടെ നിൽക്കുന്നത് ലക്സംബർഗിലെ യൂറോപ്യൻ യൂണിയൻ്റെ കൺവെൻഷൻ സെൻറ്ററിലാണ്. കല്യാണത്തിൻ്റെ സെൻറ്ററല്ല, അതായത് ഇവിടുത്തെ മെയിൻ പരിപാടികളും കാര്യങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയൻ്റെ മീറ്റിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അവരിവിടെ വെച്ചിട്ടാണത് ഷെഡ്യൂൾ ചെയ്യുന്നതും. ഇത് ഭയങ്കര രസം. ഇത്രയും വലിയ ബിൽഡിങ്ങുകളുണ്ട്, നല്ലൊരു ഏരിയ തന്നെ അവർ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ മീറ്റിങ്സും അങ്ങനെയുള്ള പരിപാടികളും എല്ലാം ഇവിടെ ആയിരിക്കും നടക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ സംഭവം തന്നെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഓക്കെ, ഞാനപ്പോൾ അതിൻ്റെ വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വശം. ഈ ബിൽഡിങ്, എൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ് എല്ലാം അതിൻ്റെ തന്നെ സംഭവം തോന്നുന്നു. ഇതല്ല കേട്ടോ, ഇത് എയാൻഡോയുടെ ഹോട്ടലോ ആരും എന്താണ്. പക്ഷേ ബാക്കി അങ്ങോട്ടുള്ള കോംപ്ലക്സും
അങ്ങോട്ടെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ പിന്നെ ലക്സംബർഗിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പം പിള്ളേരെല്ലാം ഇവിടെ വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എന്തൊക്കെ കാര്യമായി നോക്കുന്നുണ്ട്. സെറ്റ് സെറ്റ്. എല്ലാവർക്കും ഓടിക്കാൻ കൊടുക്കും. 10 euro ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കാറുണ്ട്. നീ കൊടുക്കാൻ നിനക്ക് പറ്റുന്നൊരു എമൗണ്ട്